കാര്യം പറയട്ടെ, കാര്യം പറയട്ടെ, ഇന്നത്തെ എന്റെ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇന്ന് ഞാൻ ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു റീസണേ ഉള്ളൂ, മണി. അത് ഉണ്ടാക്കിക്കോ നമുക്ക്. അത് ഞാൻ കാര്യം പറയല. വേറെ ഒന്നിനും തരാൻ കഴിയാത്തൊരു സാധനം പൈസ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് തരാൻ പറ്റും. അതൊരു ലഹരിയാണ്, മനസ്സിലാവും. 100-ൽ 110% ബ്രോ പറഞ്ഞ കാര്യം ശരിയാണ് ബ്രോ. പൈസ വേണം, പൈസ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. കാരണം പൈസ ഇല്ലെങ്കിൽ നമുക്ക് നാട്ടിലും വീട്ടിലും പോലും വിലയുണ്ടാവില്ല. പക്ഷേ ഈ പൈസയേക്കാൾ മൂല്യമുള്ള മറ്റൊരു സംഭവമുണ്ട്, നമ്മുടെ മനസമാധാനം എന്ന് പറയുന്ന സംഭവം. അത് എത്ര പൈസ ഉണ്ടായാലും നമുക്ക് കിട്ടൂല. അതുകൊണ്ട് പൈസ ഒരുപാട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, നമുക്ക് മനസമാധാനത്തോടു കൂടി ആ പൈസയെ കൊണ്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പും കൂടെ വേണം. അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടായിക്കൊണ്ട് നമുക്ക് രക്ഷപ്പെടാന്നുള്ളൊരു ന്യായം ഉണ്ടെങ്കിൽ ഒരിക്കലും നടക്കൂല. അതുപോലെ തന്നെ ആക്രാന്തത്തിൻ്റെ പേരിൽ നമ്മൾ പൈസ സമ്പാദിച്ചു കഴിഞ്ഞാലും ആ പൈസ ഒരിക്കലും നമുക്കൊരു സ്റ്റാൻഡിങ്ങിന് പോലും നിൽക്കൂല. നമുക്കൊരു മനസമാധാനമുള്ള ഒരു അന്തരീക്ഷം വേണം. ആ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എങ്ങനെ നമുക്ക് ഒരു പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നേരായ മാർഗത്തിലൂടെ എന്നൊക്കെ നമുക്ക് ചിന്താഗതി ഓക്കെ ആയിട്ട് വരും. അതിന് നമുക്ക് ആവശ്യം ഒരു മനസമാധാനമാണ്. ഒരുപാട് പൈസ ഉണ്ടായിട്ട് എത്രയോ ആൾക്കാരുണ്ട് ഇന്നും മനസമാധാനം ഇല്ലാതെ ഇങ്ങനെ കഴിച്ചു കൂട്ടി ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ വാങ്ങി കഴിച്ച്. കാരണം ഈ പൈസയൊക്കെ പോകുന്നത് മരുന്നിന് വേണ്ടിയാണ്. നമുക്ക് ശരീരത്തിന് ഒരു അസുഖം പറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്കത് ചികിത്സിക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം ഉണ്ടല്ലോ, ഒരിക്കലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൈസയൊക്കെ സമ്പാദിക്കണം, പൈസ സമ്പാദിച്ചാലേ നമുക്ക് ലോകത്ത് വിലയുള്ളൂ. പക്ഷേ നമുക്ക് മനസമാധാനം കൂടി വേണം. അതാണ് ഏറ്റവും വിലമതിക്കുന്ന സംഭവം. താങ്ക് യു.